ഹായ് ഹലോ ഗോപുരയിൽ ഇന്നലെ നമ്മൾ പോസ്റ്റ് ഇട്ടിരുന്ന ആ 1 ഗ്രാം ഗോൾഡ് സെറി സാരിയില്ലേ, അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. വീഡിയോ ചെയ്യുമ്പോഴേക്കും വായിലൊന്നും കിട്ടുന്നില്ല. കുറേ ഡിലേ ആയിരുന്നു. നമുക്ക് കുറച്ച് ഫങ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഈ സാരി പർച്ചേസ് ചെയ്യാൻ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി ഡയറക്റ്റ് പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി എല്ലാ സാരീസിലും ഉണ്ടാവും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പ്രൈസിൽ കോംപ്രമൈസ് ചെയ്താൽ പോലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ 1 ഗ്രാം ഗോൾഡ് സെറി സാരി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മളിങ്ങനെ മറ്റുള്ള പേജുകളിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറേ പേജസിൽ ഇപ്പോൾ വന്നിട്ടുള്ള കുറേ ബൊട്ടീക്സൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേജസിൽ ഈ 1 ഗ്രാം ഗോൾഡ് സെറി സാരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം 1500, 1300, 1200 ഈ ഒരു സാരി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗോപുര നിങ്ങൾക്ക് സെയിം ആ സാരി അതേ ക്വാളിറ്റിയിലുള്ള സെയിം സാരി നമ്മൾ കൊടുക്കുന്നത് 999 റേറ്റിലാണ്. അപ്പോൾ ഇതിലും കുറവ് ഏതെങ്കിലും ബൊട്ടീക്സ് കൊടുക്കുന്നുണ്ട് ഈ 1 ഗ്രാം ഗോൾഡ് സെറി സാരിയിലെങ്കിൽ നിങ്ങൾ എത്ര വേഗം കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു തുടങ്ങാം. ഇതിൽ 3 ഷെയ്ഡ്സാണ് മെയിൻലി വരുന്നത്. ഗോൾഡൻ ഷെയ്ഡ്, പിന്നെ ഒരു റെഡ് ഷെയ്ഡ്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു വയലറ്റ് ഷെയ്ഡ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, 1 ഗ്രാം ഗോൾഡ് സെറി സാരി, ഗോൾഡൻ സെറി സാരി. നിങ്ങൾ നോക്ക്, നല്ല ഭംഗിയില്ലേ. 999 റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അത്ര ഭംഗിയുണ്ട് ഈ സാരി കാണാൻ. ആക്ച്വലി ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. മെറൂൺ പിന്നെ എന്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ മെറൂണിൻ്റെ കൂടെ ഈ ഒരു ഷെയ്ഡ് വന്നപ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ള ഒരു കല്യാണ സാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ അത്ര ഭംഗിയുള്ളൊരു സാരിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാരികളൊക്കെ ഉടുക്കുമ്പോൾ ഇങ്ങനെ പറ പോലെ ഇരിക്കും. താഴെ നമ്മൾ എന്താ പറയുക, താഴെ നമ്മൾ ഞൊറിവെടുക്കുമ്പോൾ കിട്ടണില്ല, അത് നേരെ നിൽക്കില്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻറ്റ് ചില സാരികൾക്ക് ഉണ്ടാവും. ചിലതിങ്ങനെ പറ പോലെ ഇരിക്കും എന്നൊക്കെ, വണ്ണം തോന്നിക്കും, വണ്ണമുള്ളവർക്ക് വണ്ണം തോന്നിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു സാരി ഭയങ്കര സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇതിൻ്റെ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വീവിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സൈഡിലത്തെ ബോർഡർ വരുന്നത്. ഇത്രയും വീതിയുള്ളത്. ഇവിടെ ചെറിയ ബോർഡറായിട്ടാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്, ഒരു റെഡ് ഷെയ്ഡിലാണ്. ബ്ലൗസ് പീസ് വരുന്നതും ഇതുപോലെ ഒരു റെഡ് ഷെയ്ഡിലാണ്. സൈഡിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, കര വന്നിട്ടുണ്ട്. ഇവിടെ വലിയ കരയും അറ്റ് ദ എൻഡിൽ ചെറിയ കരയും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാരിയുടെ കൂടെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്ലൗസിനേക്കാളും മെറൂൺ ബ്ലൗസില്ലേ, നമ്മുടെ പ്ലെയിൻ മെറൂൺ ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചെറിയ ബീഡ്സ് വർക്ക് നെക്കിലും ഹാൻഡിൽ സ്ലീവിൻ്റെ എൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലാസി ലുക്കായിരിക്കും. നമ്മൾ ഈ ഒരു 999 റേഞ്ചിലാണ് ഈ ഒരു സാരി എന്ന് ആരും പറയില്ല. അത്ര ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നമുക്കിനി കാണാം. ഹായ്, നമ്മൾ അതിൻ്റെ അടുത്ത ഗോൾഡൻ സെറി സാരിയുടെ അടുത്തൊരു ഷെയ്ഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റെഡ് ഷെയ്ഡ്. നിങ്ങൾക്ക് റെഡ് ആണെന്ന് അറിയില്ല, ഇതിനകത്ത് കാണുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ ബോർഡറിൽ കണ്ടോ, റെഡ് കളറ്. മുകളിലത്തെ താഴത്തെ ബോർഡർ ഇങ്ങനെ ഇത്രയും വലുത്, മുകളിലത്തെ മറ്റേൻ്റെ പോലെ തന്നെ സെയിം ചെറിയ ബോർഡർ. മുന്താണി ഇതാണ് മുന്താണി. ഇങ്ങനെ അല്ലോ, ഇത് മുന്താണി. ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ്. കണ്ടോ, ഇങ്ങനെ ഒരു ബ്രൊക്കേഡ്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ വിടർത്ത് വെക്കുന്നില്ല, മടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിടർത്തി കാണിക്കാത്തത്. ആദ്യത്തെ സെയിം സാരി കാണിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു സാരി വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. റെഡ് ഷെയ്ഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഒരു ലാവൻഡർ കളർ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി രാവിലെ ചെയ്യാനിരുന്നതാണ് വീഡിയോ. ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ളത് അത് രാവിലെ എടുത്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട്
എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു റൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടതല്ലേ, അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യണം അന്ന് വിചാരിച്ച് വേഗം റൂമിൽ വന്നിട്ട് റൂമിലെ ആ ഒരു റൂഫ് ലൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഫോട്ടോസ് നാളെ എന്തായാലും മോർണിംഗിൽ സൺലൈറ്റിൽ എടുത്തിട്ട് ഞാൻ പേജിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരാം. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയാണ്, മേളത്തെ ബോർഡർ വരാതെ ഇങ്ങനെയാണ്. ഇതിൻ്റെ ബോഡി ഫുള്ള് ചെറിയ ഫ്ലവർ പ്രിൻ്റാണ്, നല്ല ഭംഗിയുണ്ടാണ്. അതാ ഇങ്ങനെയാണ് വരാം. ഇതിൻ്റെ മുന്താണി വരുന്നതും സെയിം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡിലാണ്. ബ്ലൗസ് ബ്രൊക്കേഡ് തന്നെ സെയിം അതുപോലെ തന്നെയാണ് വരാം. അപ്പോൾ ഈ സാരിയൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കര സ്യൂട്ടബിളാണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ സാരി മൂന്നും ഇഷ്ടമായവർ വേഗം ഗോപുരയിലേക്ക് DM ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് 999 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എത്രയും വേഗം ഗോപുരയിലേക്ക് DM ചെയ്യാം. താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐഡിയ പറഞ്ഞിട്ടെ. ഇപ്പം നിങ്ങളുടെ കസിൻസിൻ്റെ മാരേജാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പം നിങ്ങൾക്ക് കുട്ടിയെ കൊണ്ടൊക്കെ പോകണം, നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കുട്ടിയെ കൊണ്ട് അല്ലേ. അപ്പോൾ കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സ് വേണം, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേണമെന്ന് വിചാരിക്കും. ഈ സാരിയുടെ പ്രൈസ് എത്രയാണ് വരിക ഞാൻ പറഞ്ഞത്? 999 റുപ്പീസാണ്. അപ്പം ഈ 999 ഈ ഒരു സാരി കൊണ്ട് അവർക്കൊരു പട്ടുപാവാടയും ബ്ലൗസും ഒരു ലെഹങ്ക പോലെ തയ്ച്ച് എങ്ങനെ ഉണ്ടാവും? അധികം റേറ്റ് ഇല്ല സാരിക്ക്, 999 മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയേ. അപ്പോൾ സാരി ആയിട്ട് യൂസ് ചെയ്യാൻ മാത്രമല്ല, ഈ സാരി ആയിട്ട് യൂസ് ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്കത് ഒരു പാവാടയും ബ്ലൗസൊക്കെ ആക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിലും അതിനും ഭയങ്കര എലഗൻറ്റ് ലുക്ക് തരുന്ന സാരിയാണ് ഈ ഗോൾഡൻ സെറി സാരി. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. ഇത്രയും ഞാൻ അങ്ങനെ ചെയ്യുക. സാരി എടുത്തിട്ട് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു പട്ടുപാവാട തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാരീസിൽ നിന്ന് തയ്ക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ സെപ്പറേറ്റ് എടുക്കേണ്ട, സാരിയിൽ തന്നെ രണ്ടുപേരുടെ കാര്യം നല്ല ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയ ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നാണ്. എല്ലാവരും എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. 999 റേഞ്ച് ഉള്ളതുകൊണ്ട് അധികം റേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം എന്നില്ല. ഇതിൽ നമുക്ക് ബ്ലൗസ് ഉണ്ടാവും, സാരിക്കും ഉണ്ടാവും, പാവാടയ്ക്കും ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഗോപുരയിലേക്ക് DM ചെയ്തോളൂ. താങ്ക് യു.